ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഒരു അടിപൊളി മട്ടൻ വരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തനി നാടൻ സ്റ്റൈലിൽ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് 3/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. 3 സ്പൂണോളം മുളക് പൊടി, 1 സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. എല്ലാ പൊടികളും മട്ടനിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതിയാകും. എല്ലാം കൂടി ഒരു 10-15 മിനിറ്റ് അത്രയേ വേണ്ടൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞെടുക്കണം. സവാള വലിയ സവാള അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഇതുപോലെയുള്ള കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-12 കുഞ്ഞുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് മട്ടൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണോ അത് ഒഴിച്ചു കൊടുക്കുക, ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കറിലോട്ട് വിസിൽ വച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക. ഒരു 8-10 വിസിൽ വന്നപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. നന്നായിട്ട് മട്ടൻ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട്. എത്രയാണ് വേവ് ആവശ്യമായിട്ടുള്ളത് അത്രയും ടൈം വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് വരട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില ഇട്ടിട്ടൊന്ന് മുരിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മട്ടൻ ഉണ്ടല്ലോ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലുള്ള ആ ഗ്രേവി ഒന്ന് ഏകദേശം വറ്റി 1/4 ഭാഗത്തോളം വറ്റി വരണം. പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അടിഭാഗം കരിഞ്ഞു പോകുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ കരിഞ്ഞു പോകുമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മട്ടൻ വരട്ടാണ്. തനി നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.